അപ്പോൾ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ മാങ്ങ എടുത്ത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തു. അതിനെ പിന്നെ കട്ട് ചെയ്ത് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് എടുത്തു വെച്ചു. ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങിയിരിക്കും. പിന്നെ രാവിലെ ഇന്നാണ് അതിൻ്റെ ബാക്കി കാര്യം ചെയ്തത്. ഇപ്പം കടുകിട്ട് താളിച്ചിട്ട് ബാക്കി ഞാൻ പൊടികൾ എടുക്കുമായിരുന്നേ. അപ്പം കടുക് താളിച്ച് കരിവേപ്പില പിന്നെ ഈ മുളകും കൂടി ഒന്ന് വറുത്തിട്ട് പൊടികളെല്ലാം കൂടെ എടുത്തു വെച്ചു. അതായത് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ നോർമൽ ചില്ലി പൗഡറും അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഒരുമിച്ച് എടുത്ത് വെച്ചു. അപ്പം ഇത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും കൂടെ വഴറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴാണ് നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്യുന്നത്. ഞാനെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എടുത്തു. പിന്നെ ഇത് നമ്മൾ നല്ലെണ്ണയ്ക്കകത്താണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇതിനു വേണ്ടി 3 സ്പൂൺ കാശ്മീരി ചില്ലിയും 2 സ്പൂൺ നോർമൽ സാധാരണ മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മളുടെ സിമ്മിൽ വെക്കണം. സ്റ്റൗവിനെ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. അധികം വേണ്ട കേട്ടോ, കുറച്ച് വിനാഗിരി ചേർത്താൽ മതി. ഓക്കെ, സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് പിന്നെ ഇളക്കണ്ട. സ്റ്റവ് ഓഫ് ആക്കിയിട്ട് പിന്നെ നമ്മൾ തണുത്തിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്ത് വെയിറ്റ് എടുത്തതാണ്. 250 ഗ്രാമിൻ്റെ വെയിറ്റ് നമ്മൾ എടുത്തതാണ്. ഓക്കെ, പിന്നെ ഒരു 100 ഗ്രാമിൻ്റെയും നമ്മൾ വെയിറ്റ് എടുത്തു. ഞാൻ കാണിച്ചു തരാവേ വെയിറ്റ്. അപ്പോൾ ഇതാണ് 256 ഉണ്ട്. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ ചോദിച്ചവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണേ. താങ്ക് യു.